ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീട്രൂട്ട് കൃഷിയാണ്. ഇത് ബീട്രൂട്ടിൻ്റെ വിത്ത് ട്രേയിൽ പാകി മുളപ്പിച്ചിട്ട് മാറ്റി നട്ടു കൊടുത്തിരിക്കുന്നതാണ്. ഇത് ചൂടൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇനിയിപ്പം പോവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് വളപ്രയോഗം കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട്. എനിക്കൊരു 5-8 മൂടോളം ബീട്രൂട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 ചുവട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതുപോലെ ബീട്രൂട്ടൊക്കെ വീട്ടിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം നട്ടിരുന്നു. അത് നമുക്ക് നല്ല മഴയായിരുന്നു. അത് കാരണം മഴയത്ത് നമ്മുടെ ആ ബീട്രൂട്ടിൻ്റെ തൈകളൊക്കെ അങ്ങ് നശിച്ചു പോയി. ഇതിനൊക്കെ അധികം മഴയൊക്കെ ആയാലും നശിച്ചു പോകുമെന്നാണ് തോന്നുന്നത്. ഇപ്രാവശ്യം ഏതായാലും എനിക്ക് കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട്. അത് കണ്ടോ. അപ്പം നമുക്ക് ബീട്രൂട്ടിൻ്റെ വിത്തൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ പാകി മുളപ്പിച്ചിട്ടൊന്ന് മാറ്റി നട്ടു കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ എൻ്റെ പോയ ഒരു പാത്രമായിരുന്നു. ആ പാത്രത്തിനകത്ത് അടിയിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ട് ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ തൈകൾ ഞാൻ നട്ടു കൊടുത്തത്. എന്തായാലും നമുക്ക് കുറച്ച് പരിചരണമൊക്കെ കൂടി കൊടുത്ത് നോക്കാം. ഒരു ബീട്രൂട്ടെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്കൊരു സന്തോഷമല്ലേ. നമ്മൾ കൃഷി ചെയ്തിട്ട് നമുക്ക് ബീട്രൂട്ടും കൂടെ കൃഷി ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളത്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുമോ കിട്ടുകയില്ലയോ എന്നുള്ളതല്ല, നമുക്ക് എല്ലാവിധ പച്ചക്കറികളും നട്ട് കൊടുക്കണം. കൊടുത്ത് നമുക്ക് അത് കൃഷി ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ല ഹാപ്പി ആയിരിക്കും. അപ്പം ഞാനതുകൊണ്ടാണ് ബീട്രൂട്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പം കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. എനിക്ക് ഇപ്രാവശ്യം പിടിച്ച് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ബീട്രൂട്ടിൻ്റെ വിത്ത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർക്ക് ഇതൊന്ന് കാണിച്ചു തരാമേ. അതാണ് ബീട്രൂട്ടിൻ്റെ വിത്ത് ഞാൻ പാത്രത്തിലായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ട്രേയിലാണെങ്കിൽ നമുക്ക് പറിച്ച് മാറ്റി നട്ടു കൊടുക്കാനായിട്ട് സൗകര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അത് പറിച്ച് മാറ്റി നടാതെ തന്നെ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ ഇതുപോലെ അതിൻ്റെ വിത്ത് അങ്ങ് നേരിട്ട് പാകി കൊടുക്കാം. അപ്പം ഞാൻ 2 ഗ്രോ ബാഗ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണിത്. നല്ല ഇളക്കമുള്ള മണ്ണിലായിരിക്കണം നമ്മൾ ഇതിൻ്റെ വിത്തൊക്കെ പാകി കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ മണ്ണും ചാണകപ്പൊടിയും കൂടെ മാത്രം നിറച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ വിത്തും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ബീട്രൂട്ടിന് നമുക്ക് കുറച്ച് വളം കൂടെ ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഞാൻ ക്യാരറ്റിൻ്റെ വിത്തും കൂടെ പാകി കൊടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് പിടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഞാനതും കൂടെ കാണിച്ചു തരാം. ഇതപ്പം നമ്മുടെ ബീട്രൂട്ട് തൈകൾക്ക് നമുക്ക് വളം കൊടുക്കാം. അപ്പം ഞാനെടുത്ത് വെച്ചിരിക്കുന്ന വളം ചാണകപ്പൊടിയാണ്. ഈ ചാണകപ്പൊടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതിൻ്റെ ചൂട് വഴി അങ്ങ് ഇട്ട് കൊടുക്കാം. വേറെ അധികം വളങ്ങളൊന്നും ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല. അതുപോലെ നമ്മൾ വെള്ളമൊക്കെ കെട്ടി നിൽക്കാതെ സൂക്ഷിക്കണം. വെള്ളമൊക്കെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരൊക്കെ നേർത്ത വേരുകളാണ്. അപ്പോൾ അതൊക്കെ അങ്ങ് ചീഞ്ഞളിഞ്ഞ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുപോലുള്ളൊരു പാത്രത്തിലൊക്കെയാണ് നട്ട് വെക്കുന്നതെങ്കിൽ നമുക്ക് മഴ പെയ്യുമ്പോൾ പെട്ടെന്നൊന്ന് മാറ്റിയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയാണെങ്കിൽ. ഇപ്പം ഞാൻ മാറ്റിയൊന്നും വെച്ച് കൊടുത്തില്ല, ഇങ്ങനെ തന്നെ മുറ്റത്ത് വെച്ച് കൊടുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ബീട്രൂട്ടിൻ്റെ വിത്തൊക്കെ കയ്യിലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ബീട്രൂട്ടും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റുമോ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. പിന്നീട് ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ കുറേശ്ശെ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചകിരിച്ചോറൂടെ ചേർത്ത് നട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഗ്രോ ബാഗിലേക്ക് ഇനി നമ്മുടെ ബീട്രൂട്ടിൻ്റെ വിത്തും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ബീട്രൂട്ടിൻ്റെ തൈ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വെക്കുകയായിരുന്നു. അത് നമുക്ക് പിടിച്ച് കിട്ടിയില്ല. ഇതിപ്പം ഞാൻ ഗ്രോ ബാഗിൽ പാകി കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് ഒന്ന് മാറ്റിയും കൂടെ വയ്ക്കാമല്ലോ, അതുകൊണ്ടാണ്. ഇതിപ്പം മാറ്റി വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രേയിലാണെങ്കിൽ നമുക്ക് പറിച്ചെടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കുകയൊന്നും വേണ്ട. ദൂരത്തിലായിട്ട് അകലത്തിൽ കുറച്ച് വിത്ത് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം.
നല്ല മഞ്ഞൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടുകയും ചെയ്യും. ഞാൻ ഈ വിത്തുകളൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതാണേ. നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒത്തിരി തിക്കായിട്ട് നമ്മൾ മണ്ണും വളവും ഒന്നും മീതയിലിട്ട് കൊടുക്കല്ലേ വിത്തിൻ്റെ. അങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് അത് കിളിർത്ത് വരാനായിട്ട് താമസമാകും. ലൈറ്റായിട്ടൊന്ന് മീതെ ഒന്ന് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. സ്യൂഡോമോണസ് ഉണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. എനിക്കിപ്പോൾ സ്യൂഡോമോണസ് കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ വെള്ളമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നമുക്ക് റാഡിഷൊക്കെ ഉണ്ടെങ്കിൽ റാഡിഷൊക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ റാഡിഷ് മുമ്പ് ഒരു വർഷം നട്ടിട്ടുണ്ടായിരുന്നു. അന്നെനിക്ക് റാഡിഷിൽ നിന്ന് നല്ല വിളവ് കിട്ടുകയുണ്ടായി. അതുപോലെ നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഉണ്ടാകുമെന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. നന്നായിട്ട് നമുക്ക് നനച്ച് കൊടുക്കുക. ഇത് 2 നേരം രാവിലെയും വൈകിട്ടും ഒന്ന് നനച്ച് കൊടുത്താൽ മതി. ബീട്രൂട്ടിനൊന്നും ഞാൻ ഈ തൈകൾക്ക് എപ്പോഴും ഒന്നും വെള്ളം കൊടുക്കുകയില്ല. കാരണം വെള്ളമയം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയുള്ളൂ. ഒത്തിരി വെള്ളമൊക്കെ ആയാൽ നമ്മുടെ തൈകളൊക്കെ അങ്ങ് ചീഞ്ഞു പോകും. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.